രാഷ്ട്രീയത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നതിനു പകരം പ്രസ്ഥാനത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ സോളിഡാരിറ്റി ചെയ്യുന്നത്? രാഷ്ട്രീയവൽക്കരണം നടത്തിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഗതി എന്തായി? സുഡാനിൽ അസൻ തുറാബിയും ഉമ്മൽ ബഷീറും വേർപിരിഞ്ഞു. പാകിസ്ഥാനിൽ മുൻ അമീർ മിയാൻ തുഫൈൽ സാഹിബും മൗദൂദിയുടെ മകനും പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയി. രാഷ്ട്രീയവൽക്കരണത്തിന്റെ പ്രായോഗിക ദൃശ്യങ്ങൾ തിരിച്ചറിയാതെ എടുത്തുചാടിയാൽ പ്രസ്തുത ഗതി ജമാഅത്തിനും ഉണ്ടാവുകയില്ല. സലാം. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളെ കുറിച്ച അജ്ഞതയാണ് ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുവാൻ ചോദ്യകർത്താവിനെ പ്രേരിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. 1924 ഖിലാഫത്ത് തകരുകയും മുസ്ലിം ലോകം തീർത്തും അരക്ഷിതാവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇമാം അബുൽ-ആല മൗദൂദി, ഇമാം ഷഹീദ് ഹസനുൽ ബന്ന എന്നീ രണ്ട് മുജദ്ദിദുകൾ രംഗത്ത് വന്ന് സമഗ്ര രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള സമഗ്ര ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ പുനരവതരിപ്പിക്കുകയും തകർന്നുപോയ ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനം എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ലക്ഷ്യമാകണം എന്ന് ഊന്നിപ്പറയുകയും ചെയ്തപ്പോൾ ഒരിക്കലും അക്കാലഘട്ടത്തിലെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്ലാമിക സമൂഹം അതിനെ ഈ വിധത്തിൽ സ്വാഗതം ചെയ്യുകയും ഏറ്റുപിടിക്കുകയും ഇസ്ലാമിക രാഷ്ട്രീയത്തെ ലോകത്ത് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും എന്ന്. ഞാൻ പറയുന്നത് 1920കളിലും 30കളിലും 40കളിലും ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്തുണ്ടായിരുന്ന സാഹചര്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പതിതരായ ഒരു സമുദായം, കൊളോണിയലിസം എങ്ങനെയൊക്കെ സാമ്രാജ്യത്വം ഇന്നിപ്പോ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ചെയ്യുന്നത് പോലെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇതേപോലെ തന്നെ ചെയ്ത് കോളനികൾ ഉണ്ടാക്കി നാട് വിട്ടുപോയപ്പോ മുസ്ലിം ഉമ്മത്തിനെ ഏത് വിധത്തിലൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തകർക്കാൻ പറ്റുമോ, സാംസ്കാരികമായി നശിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നശിപ്പിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപകർഷതാബോധത്തോടുകൂടി വർത്തമാനം പറയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ സമുദായത്തെ നശിപ്പിച്ച് ആകപ്പാടെ അലകും തട്ടും വേർപെട്ട് കഴിഞ്ഞിരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് ആത്മവിശ്വാസം നൽകിയും അവരെ തകർക്കാൻ വേണ്ടി രംഗത്ത് വന്ന കമ്മ്യൂണിസത്തെയും മുതലാളിത്തത്തെയും ശക്തമായി ചോദ്യം ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാമിന് കിടപിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ലോകത്തില്ല എന്ന് മുസ്ലിങ്ങളെ ബോധവൽക്കരിച്ചു. ഇമാം ഹസനുൽ ബന്നയും ഇമാം അബുൽ-ആല മൗദൂദിയും നടത്തിയ ശ്രമങ്ങൾ ഫലം കാണുകയും 1970-കൾക്ക് 80-കൾക്ക് ശേഷം ഇസ്ലാമിനെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായി ഉൾക്കൊള്ളുന്ന വിധത്തിൽ മുസ്ലിം സമൂഹം വളർന്നു വരികയും ചെയ്തു. ഇസ്ലാമിനെപ്പറ്റി അപകർഷതാബോധത്തോടുകൂടി സംസാരിച്ചിരുന്ന ആളുകൾ ഇന്ന് അൽ ഇസ്ലാമു ഹുവൽ ഹൽ, ഇസ്ലാമാണ് പരിഹാരം എന്ന് ഊറ്റത്തോടെ ലോകത്ത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അവരുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ ശക്തികളായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത് പോലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് പരാജയപ്പെടുകയല്ല ചെയ്തത്, വിജയിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നേ വരെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായത് മുതൽ അതിന്റെ ആയുസ്സിലെ 99% പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ടും ഈജിപ്തിൽ 88 സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നിട്ടും ഹുസ്നി മുബാറക്കിന്റെ സ്വേച്ഛാധിപത്യത്തിലും 88 സീറ്റുകളുള്ള ആ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം. തുർക്കി ഈ സെക്യുലറിസത്തിന്റെ ഈറ്റില്ലമാണ്. ഖിലാഫത്ത് തകർന്ന രാജ്യം. ഇപ്പൊ അവിടെ പ്രകടനം നടക്കുന്നതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന്റെ അനുരണനങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയധികം സെക്യുലർവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ബാങ്ക് കൊടുക്കാൻ പാടില്ല, അറബി ഭാഷ നിരോധിക്കുക പോലുള്ള അത്താതുർക്കിന്റെ പരിഷ്കാരങ്ങൾ. അങ്ങനെ ഏതൊരു ഇസ്ലാമിനെ കെട്ടുകെട്ടിച്ചു എന്ന് സെക്യുലറിസം വിചാരിച്ചുവോ
ആ തുർക്കിയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിലൂടെ തിരിച്ചു വരികയും റജബ് തയ്യബ് ഉർദുഗാന്റെ പാർട്ടി 363 സീറ്റുകളുള്ള പാർലമെന്റിൽ 363 സീറ്റുകളുള്ള അവിടുത്തെ ഭരണകക്ഷിയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക പ്രസ്ഥാനം രാഷ്ട്രീയത്തിൽ നേടിയ വിജയത്തിന്റെ ഒരു തെളിവാണത്. യമനിൽ അവിടുത്തെ ഇഖ്വാനുൽ മുസ്ലിമൂൻ ഇതുവരെ അവിടുത്തെ ഭരണകക്ഷി അംഗമായിരുന്നു. ഇപ്പോൾ 60-ലധികം സീറ്റുകളുള്ള മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ്. മൊറോക്കോവിൽ 60-ലധികം കക്ഷികൾ പാർലമെന്റ് അംഗങ്ങളുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണ്. ജോർദാനിൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അവിടുത്തെ ഇഖ്വാനുൽ മുസ്ലിമൂനാണ്. കുവൈത്തിലും ബഹ്റൈനിലും മുഖ്യമായ പാർലമെന്റിൽ മേധാവിത്വമുള്ള പ്രസ്ഥാനം അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനമാണ്. പാകിസ്ഥാനിൽ അവിടുത്തെ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ, അവിടുത്തെ സുന്നികൾ, അവിടുത്തെ വേറെയുള്ള വിഭാഗങ്ങൾ എല്ലാവരെയും കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ അമീർ ഖാദി ഹുസൈൻ സാഹിബ് MMA മുസ്ലിം മജ്ലിസെ മുത്തഹിദ അമൽ എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടാക്കുകയും ആ സഖ്യം 68 സീറ്റുകളുള്ള പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷമായി മാറുകയും ഒരു പ്രവിശ്യയുടെ ഭരണം കൈയാളുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട പാർലമെന്റിൽ ഭരണസഖ്യത്തിലെ ഒരു അംഗമായി ഭരണപ്രാതിനിധ്യമുള്ള ഒരു പ്രസ്ഥാനമായി കുറെ കാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പൊ മൊത്തം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആർക്കും 1920-കളിലും 30-കളിലും 40-കളിലും ഒക്കെ സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളരുകയും വികസിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവരുടെ ശക്തി തെളിയിക്കുകയും ചെയ്തതിന്റെ അനുഭവങ്ങളാണ്. പ്രസ്ഥാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് പരാജയപ്പെട്ടതിന്റെ തെളിവുകളല്ല ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 11 ഉണ്ടായത്. എന്തുകൊണ്ടാണ് അമേരിക്ക രണ്ടാമതും 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയലിസം അന്ന് ഫ്രാൻസും ബ്രിട്ടനും ഇറ്റലിയും ചെയ്തത് ഇപ്പൊ അമേരിക്ക ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അന്ന് നശിപ്പിച്ചു കരുതി ഇസ്ലാമിനെ ആകെ തകർത്തു, ഖിലാഫത്തും തകർത്തു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 1980-കൾക്ക് ശേഷം ഈ ഇസ്ലാമിക നവോത്ഥാനം ശക്തമായി വന്ന് എവിടെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ എവിടെയൊക്കെ ഒരിറ്റ് സ്വാതന്ത്ര്യമുണ്ടോ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇസ്ലാമാണ് പരിഹാരം, നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന്റെ മാത്രം, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പറയുന്ന ആളുകൾ അധികാരത്തിലേക്കും പാർലമെന്റിലേക്കും വരുന്നത് കണ്ടപ്പോ ഇസ്ലാം തിരിച്ചുവരുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് സെപ്റ്റംബർ 11-ഉം അതിനുശേഷം അധിനിവേശവും ഇറാഖ് പിടുത്തവും അഫ്ഗാൻ പിടുത്തവും ഒക്കെ ഉണ്ടായത്. അപ്പൊ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പിന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയല്ല. ഇസ്ലാമിക പ്രസ്ഥാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിയല്ല. ഇസ്ലാമിക പ്രസ്ഥാനം രാഷ്ട്രീയം കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് രാഷ്ട്രീയം അന്യമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനും രാഷ്ട്രീയം അന്യമല്ല. ഇത് രാഷ്ട്രീയത്തിലാണ് വളർന്നു വരുന്നത്. രാഷ്ട്രീയത്തിലും തൗഹീദുണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സോളിഡാരിറ്റി രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരാവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. കാരണം ഇസ്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്നത്. ആ ഇസ്ലാമിൽ രാഷ്ട്രീയവുമുണ്ട്. ഇപ്പോ സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയത്തെയാണ്. അല്ലാതെ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയും എന്നിട്ട് അത് പ്രസ്ഥാനത്തിന്റെ പരാജയത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളില്ല. ചോദ്യകർത്താവ് പറഞ്ഞ മിയാൻ തുഫൈൽ മുഹമ്മദ് സാഹിബ് ഇപ്പോഴും പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയിലുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ല അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജനാധിപത്യം, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, അതിന്റെ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലമതിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് മിയാൻ തുഫൈൽ മുഹമ്മദ് സാഹിബിനോ അതല്ലെങ്കിൽ സുഡാനിൽ ഉമറുൽ ബഷീറിനും തുറാബിക്കും ഒക്കെ അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ ചോദ്യകർത്താവ് വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ പേരിലല്ല, ചില പിന്നെ കാഴ്ചപ്പാടുകളുടെയും വീക്ഷണങ്ങളുടെയും പേരിലാണ്. അത് ഒരിക്കലും രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ശരിയല്ല.